ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പബ്ലിക് എക്സാമിൻ്റെ തലേ ദിവസം പ്ലസ് എക്സാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചു, പിന്നെ ഫുഡ് കഴിച്ചു. ഒന്ന് വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ച് സിമ്പിളായിട്ടുള്ള ഫുഡ് ചെയ്യുന്നു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ റൂമൊക്കെ വന്നപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റ മൈൻഡിലാണ് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് വേഗം വൃത്തിയാക്കി. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ റൂമിൽ കയറുമ്പോൾ ഞാൻ തന്നെയാണ് പരത്തുക, എന്നാലും റൂമിൽ കയറുമ്പോൾ ഇങ്ങനെ മെസ്സേജ് കിടക്കണ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ക്ലാസ് കേൾക്കാൻ നിന്നു. എൻ്റെ ഈ മലയാള എക്സാമിൻ്റെ ടൈമിൽ എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററി മൊത്തം ഈ ഒരു ടീച്ചറുടെ ക്ലാസ് ആക്കാരം. ഞാൻ ഇതിങ്ങനെ കേട്ടുകൊണ്ട് നടക്കാരം. കാരണം നല്ല രസമാണ്, നല്ല അടിപൊളി പോയിൻറ്റ്സുകളൊക്കെ കിട്ടും ഈ ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം പഠിച്ചതിന് ശേഷം പിന്നെ എൻ്റെ ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇത് ഞാൻ കഴിഞ്ഞപ്പോൾ സ്കൂൾക്ക് പോയാൽ ഇട്ട ബുക്കുകളാണ്, പിന്നെ ബാഗ് അടുത്ത് തുറന്നു നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ പുറത്തിട്ടു, ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുറത്ത് കിട്ടിയിട്ട് പിന്നെ നാളെ എക്സാമിന് വേണ്ട ചട്ട ബോർഡ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഹാൾ ടിക്കറ്റ് ഒന്ന് കാണാതെ പോയി. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടു, കാരണം തലേ ദിവസമാണ് പോയ പോലെ കാരം. പിന്നെ ഞാൻ ഏതോ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ കുത്തിത്തിരികെ വെച്ചിരുന്നു. അങ്ങനെ അതൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ സംതൃപ്തിയോടെ ബാഗൊക്കെ പൂട്ടി, പെന്ന് പെൻസിൽ കാര്യം. പിന്നെ ഇതിൻ്റെ പുതിയ വാച്ചാണ്, എൻ്റെ അടുത്ത് അധികം വാച്ചുകളൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ നേരെ ലൈറ്റ് ഓഫ് ആക്കി കിടന്നുറങ്ങി. അപ്പോൾ ഗൈസ് അങ്ങനെ ഇപ്പോൾ രാവിലെ എത്ര മണി, 8:30-9 മണി ആവാനായിക്കണ്. പിന്നെ പണ്ടത്തെ പോലെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ടൈം നമുക്ക് ഇരുന്ന് പഠിക്കാം. പിന്നെ പഠിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ പഠിക്കൽ കഴിഞ്ഞിരിക്കണം, കാരണം ഇത് ഇന്ന് തുടങ്ങിയ പഠിത്തമൊന്നുമല്ലല്ലോ, 2 ദിവസമായി മലയാളത്തിൽ ഇരുന്നിട്ട്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ പഠിക്കലൊക്കെ ഏകദേശം എല്ലാ ചാപ്റ്ററുമൊക്കെ എത്തിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പറൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇന്ത്യയിലെ കുറച്ച് PDF ഉണ്ട്, 2018 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അപ്പോൾ ഇത് ആൻസർ ചെയ്യാമല്ലോ കേട്ടോ. ഈ 1 വേർഡുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് ഒന്ന് 1 വേർഡിൻ്റെ ഉത്തരം മാത്രം A ആണോ B ആണോ എന്ന് വെച്ചാൽ 2 ഇതുണ്ടാവില്ല, അതിങ്ങനെ എടുത്ത് എഴുതിയിട്ട് കറക്റ്റ് ആകുന്നുണ്ടോ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കണം. ലാസ്റ്റായിട്ട് നോക്കുക, പഠിച്ച് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ നോക്കുക. അത്ര ഉള്ളൂ ഇനിയിപ്പോൾ അതിനുള്ള സമയം. പിന്നെ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ എന്താ പേരെന്തായിരുന്നു, ശസ്ത്രക്രിയ പറഞ്ഞ ചാപ്റ്ററിൻ്റെ സമ്മറി വേഗം നോക്കാണ്ട് ഒക്കെ തന്നെ ഉള്ളു ഇനി ഉള്ളത്. പിന്നെ കുറച്ച് കവികളെ കുറിച്ചിട്ട് നോക്കാണ്ട് ഇതൊക്കെ ഉണ്ട്, കഴിയുമെന്ന് അതൊക്കെ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഞാൻ കവികളെ കുറിച്ച് നോക്കുള്ളൂ, കാരണം അത് 1 മാർക്കിനൊക്കെ തന്നെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമാക്കട്ടെ, 1 വേർഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കട്ടെ. കാരണം PDF ഫോണിലാണ്, വീഡിയോ എടുക്കാൻ പോലല്ല. ഇന്നലെ തന്നെ ഞാൻ മറ്റേ ക്ലാസ്സൊക്കെ വേണ്ടിയിട്ട് അനിയൻ്റെ ടാബ് എടുത്തിട്ടാണ് പോകുന്നതെന്ന്, പക്ഷേ അതിന് തിരിച്ചു കൊടുക്കണം. ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം പഠിച്ചതിന് ശേഷം ഒരു 11:30 ആയപ്പോൾ ഞാൻ വേഗം എൻ്റെ യൂണിഫോമൊക്കെ എടുത്ത് ഇസ്തിരി ഇടാൻ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്ത് വന്ന് പിന്നെ ഓൾറെഡി തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് അയൺ ചെയ്ത് ഇട്ട് പോയാൽ മതി. അങ്ങനെ അതൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ ഞാൻ പുറത്ത് വെച്ചതിൻ്റെ കുറച്ച് ബുക്കുകൾ, മലയാളത്തിൻ്റെ ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ബാഗ് തന്നെ വെച്ചു. കാരണം അവിടുന്ന് ടൈം കിട്ടുകയാണെങ്കിൽ പഠിക്കാൻ വിചാരിച്ചിട്ട്, പക്ഷേ ഞാൻ ഒന്നും പഠിച്ചിരുന്നില്ല കേട്ടോ അവിടെ പോയിട്ട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എക്സാം എഴുതി കഴിഞ്ഞു. എക്സാം എങ്ങനെയുണ്ടാ വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ മോഡലിംഗാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നി, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ 1 വേർഡ് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം കറക്റ്റ് കുത്തി എഴുതിയേക്കാണ്, പക്ഷേ ഭാഗ്യവശാൽ ഞാൻ എഴുതിയത് കറക്റ്റാണ്, 1 തെറ്റിട്ട്. പക്ഷേ ഞാൻ ആൻസർക്ക് കണ്ടിട്ടല്ല കേട്ടോ, ഞാൻ വേറൊരു കുട്ടീൻ്റെ വീഡിയോ അതേപോലെ ലാംഗ്വേജിൻ്റെ മലയാളത്തിൻ്റെ വീഡിയോ ഉണ്ട്, അപ്പോൾ ആ കുട്ടി എഴുതിയത് പറഞ്ഞു. അപ്പോൾ അത് നോക്കുമ്പോൾ കുറേ ആൾക്കാർ അതന്നെ പറഞ്ഞേക്കാം, ഞാനും അതന്നെ എഴുതിക്കണം. അങ്ങനെ ഒരു അറിവിലാണ്. ഇനി ആൻസർക്ക് വന്നിട്ട് വേണം ഉറപ്പിക്കാൻ. അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ പേപ്പർ ഞാൻ ആൻസറിൻ്റെ ആവശ്യമുള്ളൂ സംഭവം. ഞാൻ ഫസ്റ്റ് ഇങ്ങനത്തെ പേപ്പർ കണ്ടപ്പോൾ ഒന്ന് സമാധാനിച്ചു, കാരണം ആകെ 3-4 പേജുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളാക്കാൻ വിചാരിച്ചു. പക്ഷേ ഫസ്റ്റത്തെ 1 വേർഡ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയായിട്ട് പാറി. കാരണം ഒരുമാതിരി എനിക്കെന്താ പറയേണ്ട അറിയില്ല, സുഖമില്ലാത്തൊരു പേപ്പർ ആയിരുന്നു. പക്ഷേ ഞാൻ 1 വേർഡുമ്പോൾ കുറച്ചധികം നേരം ഇരുന്നു. ഞാൻ 2, 3, 4, 5 പ്രാവശ്യം വായിച്ചിട്ടാണ് ഓരോന്നിൻ്റെ ആൻസർ കിട്ടിയത്. നല്ല കുഴപ്പമില്ല. 1 വേർഡൊക്കെ പിന്നെ ഞാൻ ആൻസർക്ക് വന്നിട്ട് ആൻസർ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ് കറക്റ്റാണ് തോന്നുന്നുണ്ട്, കാരണം മറ്റേ ഇരുളിലെ മനുഷ്യൻ ഉണ്ടായിരുന്നില്ലേ, ആരപ്പോൾ എഴുതി കുഞ്ഞിരാമൻ നായരോ, കുഞ്ഞിരാമൻ എന്തൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ പാഠം. കവിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. ആദ്യത്തെ മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്നു, അതിനാ എഴുതിയത് കറക്റ്റാണ് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഒന്നും പറയാത്ത എന്താ വെച്ചാൽ ഇനി ആൻസർക്ക് വന്നിട്ട് തെറ്റാറ് പറഞ്ഞെങ്കിൽ വേണ്ടല്ലോ, ആൻസർക്ക് വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി കുഴപ്പമില്ല. എസ് കാര്യങ്ങളും ഒക്കെ ചെയ്തു. ടൈം മാനേജ്മെൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് മുന്നേ കഴിഞ്ഞത്, എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 8 മാർക്കിൻ്റെ 2.5 പേജ് എഴുതാനാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. പക്ഷേ 2 പേജ് എഴുതിയിട്ടുള്ളൂ. കറക്റ്റ് 2 ക്വസ്റ്റ്യൻ 2 പേജ്, 6 മാർക്കിൻ്റെ കറക്റ്റ് 1.5 പേജ്, അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കണത്. അതൊക്കെ എന്താവും എന്തോ ഒക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.
അപ്പോൾ എന്തായാലും അത്രയുള്ളൂ ഇനി പറയാനുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എക്സാം വരുന്നത് 11th-നാണ്, 11-ാം തീയതിയാണ് സ്റ്റാറ്റിസ്റ്റിക്സാണ് വരുന്നത്. അപ്പോൾ ഇനി 4 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് പഠിക്കുക. മലയാളം എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം മാർക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുൾ മാർക്കില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അടുത്ത വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും ബൈ.